കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താവിന് എതിരെ ഒരു വ്യാജ IPC 498A പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുകയും അത് കോടതി വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ ഡിവോഴ്സ് കിട്ടുമോ എന്നുള്ളതാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? യെസ് എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇത് 2/1/2024 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ പോയിന്റ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്? ലോഡ്ജിങ് ഫോൾസ് കേസ് അണ്ടർ സെക്ഷൻ 498A IPC. ഇപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അതിനെ BNS 85 and 86 എന്ന് പറയുന്നുണ്ട്. IPC is an element of cruelty by wife, can't ignore the same. The High Court allows dissolution of marriage ആണ്. അതായത് ഭർത്താവിനെതിരെ ഒരു വ്യാജ 498 കേസോ അല്ലെങ്കിൽ പുതിയതായിട്ട് പറയുന്ന BNS 85, 86 പ്രകാരം ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനെതിരെ ഭാര്യ ചെയ്യുന്ന ഒരു ക്രൂരതയായി കണക്കാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. The High Court has recently held that a wife making false allegations against her husband and his family members under Section 498A of the IPC would constitute an element of the offence of cruelty. അതൊരു ക്രൂരതയായിട്ട് കണക്കാക്കാം. which is a ground for dissolution of marriage under the Hindu Marriage Act. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നമുക്കറിയാം ഡിവോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ക്രൂവാലിറ്റി അല്ലെങ്കിൽ ക്രൂരത എന്ന് പറയുന്നത്. അപ്പോൾ ഭർത്താവിനെതിരെ ഒരു വ്യാജ 498 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവിന് എതിരെ ഭാര്യ ചെയ്യുന്ന ഒരു ക്രൂരത ആയി കണക്കാക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് മേടിക്കുവാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഇതിനെ ഉപയോഗിക്കുവാനും സാധിക്കും. In allowing the husband's plea for dissolution of marriage, a division bench of Justice Harish Tandon. അപ്പോൾ ഹാരിസ് ടാൻഡൺ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ബെഞ്ചിലുള്ള ജഡ്ജിയാണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി 498 ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഇൻഫോർമേഷൻ എല്ലാവരും മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.